the rows show information about, the columns show data concerning. Kando, the columns show data concerning. So നമ്മൾ ജനറൽ ട്രെൻഡ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇത് ഈ ഗ്രാഫിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതാണ്. പൈ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് വൊക്കാബുലറി സ്ഥലത്ത് ഉപയോഗിക്കുന്നത് ഞാൻ നോക്കിയാൽ, the pie chart reveals data concerning the largest sector of the data of the graph is. അപ്പൊ നമുക്ക് ഈ ഒരു ലാംഗ്വേജ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ലാംഗ്വേജിന്റെ വൊക്കാബുലറി പഠിച്ചെടുക്കാൻ ആവശ്യം. ബാർ ചാർട്ട് ആണെങ്കിൽ ബാർ ചാർട്ട് റിവീൽസ്, ഈച്ച് ബാർ ചാർട്ട് റെപ്രസെന്റ്സ്, ഇമ്പോർട്ടന്റ് കേട്ടോ, ബാർ റെപ്രസെന്റ് ചെയ്യാണ്. ലൈൻ ചാർട്ട് ആണെങ്കിലോ, the line chart displays information as a series of data points connected by the straight line segments. നല്ലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ നമുക്ക് അതിന് ഇൻഫർമേഷൻ കൊടുത്താൽ മതി. Vertical axis represents, the horizontal axis shows. അപ്പോൾ നമുക്ക് ഇതിനൊരു കാര്യം മനസ്സിലായി, ഡിഫറെന്റ് ചാർട്ടുകളാണെങ്കിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഭാഷ നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലായി. ഒരു മാപ്പ് ആണെങ്കിലോ, a given is the map of illustrating in relation to as well as shown in the future. The language of approximation. ശ്രദ്ധിക്കുക, ഇതാണ് അതിൻ്റെ അകത്ത് അപ്രോക്സിമേറ്റ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളാണ്. ജസ്റ്റ് അണ്ടർ, വെൽ അണ്ടർ, ജസ്റ്റ് ഓവർ, വെൽ ഓവർ, റഫ്ലി, നിയർലി, അപ്രോക്സിമേറ്റ്ലി, എറൗണ്ട്, എബൌട്ട്. മസ്റ്റായിട്ട് ഇത് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇതാണ് അതിന്റെ ലാംഗ്വേജ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റും. ലാംഗ്വേജ് ഫോർ സിമിലർ ഇൻഫർമേഷൻ, സിമിലർലി, likewise, at the same rate as, at the same token. Language for different information, different from, dissimilarly, unlike, different from. Language for increase. നോക്കുക, നമ്മൾ ഒരുപാട് കാണുന്ന ഒരു ലാംഗ്വേജ് ആണ് അല്ലേ. ഡബിൾ ഇൻക്രീസ്ഡ്, ഡബിൾ, ടു ഫോൾഡ്, ഇൻക്രീസ്ഡ് 2 times, ട്രിപ്പിൾ, ട്രിപ്പിൾ, 3 fold, increase 3 times, quadruple, 4 times, 6 fold. അപ്പോ ഇത് നമ്മൾ മസ്റ്റായിട്ടും പഠിക്കാതെ നമുക്ക് എഴുതാൻ പറ്റില്ല ഗ്രാഫ്. അതിന്റെ ഒപ്പം അടുത്ത് നോക്കുക, എ ഹാഫ്, ഹാഫ്, 1/3, by third, ഉണ്ടോ, ലാംഗ്വേജ് ഓഫ് ഡിക്രീസിങ്. 1/4, എ ക്വാർട്ടർ. നമ്മൾ ക്വാർട്ടറൊക്കെ നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ട് കണ്ടിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. 1/4 നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 1/5, 1/10. ലാംഗ്വേജ് ഓഫ് ഡിസ്ക്രൈബ് ടൈം. നമുക്ക് എപ്പോഴും പറഞ്ഞ സംഭവമാണ് ടൈമായിട്ട് വന്നത്. ഓവർ ദ പീരിയഡ്, ഡ്യൂറിങ് ദ പീരിയഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ പീരിയഡ്, പ്രയർ ടു, എ ഡെക്കേഡ്, earlier, the subsequent decade, from 1990 onwards, the later half of the year, in the last quarter. കണ്ടോ സംഭവം തൊട്ടാ, in the later half of the year, in the last quarter. അവസാനത്തെ കാലത്തിലെ കാൽഭാഗങ്ങൾ പറയണത്. ബട്ട് അത് പറയുന്ന ആ ഒരു ഭാഷ, ഇത് നമ്മൾ എങ്ങനെയായാലും ചെറിയ വാക്കുകളിലോ ബുക്കുകളിലോ കൈകളിലോ എവിടെയെങ്കിലും എഴുതി വെച്ചുകൊണ്ട് സാധനം ഡെയിലി വായിച്ച് ഇത് നമ്മൾ യൂസ്ഡ് ആകണം. സോ നമ്മുടെ ലൈഫ് ഭയങ്കര ഈസി ആയിട്ട് മാറും. അപ്പൊ സിമ്പിൾ സെന്റൻസിന്റെ അകത്ത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഗ്രാഫ് വായിക്കാനും എഴുതാനും പറ്റിയ ഒരു സംഭവമാണ്. അടുത്ത് നോക്കുക, എങ്ങനെയാണ് സെന്റൻസസ് നമുക്ക് ഇതിനകത്ത് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഇൻ ഓർഡർ ടു സ്കോർ വെൽ ഫോർ ഗ്രാമർ, it is important to show a range of sentence types. Okay, നമ്മൾ അതാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. This can be easily achieved by using different structures. Different structures can be created by changing order of information. Order of information and placement of data in a sentence. അപ്പോൾ ഓർഡർ ഓഫ് ഇൻഫർമേഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഓഫ് ഡാറ്റ സെന്റൻസിൽ മാറ്റി വെച്ചു പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടും നമുക്ക് സെന്റൻസിന്റെ സ്ട്രക്ചർ മാറ്റി ഉണ്ടാക്കാം. ഓർഡർ ഓഫ് ഇൻഫർമേഷനും പ്ലേസ്മെന്റ് ഡാറ്റ, ആ ഒരു 2 പോയിന്റ് മാത്രം ഇപ്പൊ നോക്കുക. നമുക്ക് ഇതിനകത്തൊന്ന് പോയി നോക്കാം ഇവരെങ്ങനെയത് പറഞ്ഞു നോക്കാം. ഇവിടെ നല്ലൊരു തീമാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട്.
യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ്. ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ്. ഡി എന്ന് പറഞ്ഞ ഡാറ്റ അല്ലെ. സബ്ജക്റ്റ്, ഇമ്പോർട്ടൻസ്, ഡാറ്റ. അപ്പൊ ഈ ഓർഡർ ഓഫ് ഇൻഫർമേഷനും പ്ലേസ്മെന്റ് ഓഫ് ഡാറ്റയും, ഡാറ്റയുടെ വെക്കുന്ന സ്ഥലവും ഇൻഫർമേഷൻ കൊടുക്കുന്ന ഓർഡറും, അത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഗ്രാഫുകളിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെന്റൻസ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിക്കുന്നത്. നോക്കാം. സബ്ജക്റ്റ്, ഇമ്പോർട്ടൻസ്, ഡാറ്റ. എക്സാമ്പിൾ സബ്ജക്റ്റ് ഓസ്ട്രേലിയ. അതിന്റെ ഇമ്പോർട്ടൻസ് ബിഗ്ഗസ്റ്റ് പ്രൊവൈഡർ ഓഫ് സ്റ്റീൽ. അതിന്റെ ഡാറ്റ 70 ബില്യൺ ടൺസ് പെർ ഇയർ. നോക്കുക, ഒന്നും കൂടെ പറയാൻ നല്ലവണ്ണം ഇനി മുന്നോട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, സബ്ജക്ട്. നമ്മൾ ബേസിക് പോകാൻ പോകുന്നത് ഓർഡർ ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്ന ഓർഡർ 10 കിലോ അരി 5 ലിറ്റർ വെള്ളത്തിട്ടു നമ്മൾ പറഞ്ഞ കഞ്ഞിയുടെ കാര്യം പറയും അല്ലെ എന്ന് അത് നമുക്ക് 5 ലിറ്റർ വെള്ളത്തിലേക്ക് 10 കിലോ അരി ഇട്ടു എന്ന് പറയാം അല്ലെ. ഹാഫ് പാത്രത്തിലുള്ള പച്ചവെള്ളത്തിലേക്ക് ചൂടുവെള്ളം ചേർത്തിട്ട് 5 ലിറ്റർ ഇട്ടു നമുക്ക് പറയാം. സെയിം ആയിട്ട്, കാരണം പറയുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ്. പക്ഷെ 5 ലിറ്റർ വെള്ളത്തിലേക്ക് 10 കിലോ അരി ഇട്ടു എന്ന് പറഞ്ഞതും 10 കിലോ അരി 5 ലിറ്റർ വെള്ളത്തിൽ ഇട്ടെന്ന് പറഞ്ഞതും രണ്ടും രണ്ട് സ്ട്രക്ചർ ഓഫ് സെന്റൻസ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ആ പറയുന്ന കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷന്റെ ഓർഡർ മാറ്റുന്നുള്ളൂ. ആദ്യം വെള്ളം വന്നു, പിന്നെ അരി വന്നു, പിന്നെ പറഞ്ഞത് അരി വന്നു, ഓർഡർ വന്നു. അത്ര സിമ്പിൾ ആയി ശ്രദ്ധിക്കുക. സബ്ജക്റ്റ്, ഇമ്പോർട്ടന്റ് ഡാറ്റ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ എക്സാമ്പിളിൽ വന്ന സബ്ജക്റ്റ് മെയിൻ ആയിട്ടും ഓസ്ട്രേലിയനെ കുറിച്ചാണ്. ഓസ്ട്രേലിയയുടെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കിയേ, ദ ബിഗ്ഗസ്റ്റ് പ്രൊവൈഡർ ഓഫ് സ്റ്റീൽ. ഡാറ്റ എന്തുട്ടാ 70 ബില്യൺ ടൺസ് പെർ ഇയർ. നമ്മൾ ആദ്യം ഈ എന്താ പറയുക, നമ്മൾ ആ മറ്റേ ഓർഡറിൽ പോകുമ്പോൾ 5 കിലോ വെള്ളത്തിലേക്ക് 10 കിലോ അരി ഇട്ടു. ഓസ്ട്രേലിയ സബ്ജക്റ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രൊവൈഡർ ഓഫ് ദ സ്റ്റീൽ. ഇമ്പോർട്ടൻസ് കൊടുത്തു ഐ, പിന്നെ 70 ബില്യൺ ടൺസ് പെർ ഇയർ ഡാറ്റ കൊടുത്തു. ഓക്കെ, അടുത്ത ഓർഡർ ശ്രദ്ധിക്കുക. ഡാറ്റ, ഇൻഫർമേഷൻ, സബ്ജക്റ്റ്. അതായത് 5 ലിറ്റർ വെള്ളത്തിലേക്ക് 10 കിലോ അരി ഇട്ട് പറഞ്ഞത് 10 കിലോ അരി എടുത്ത് ഞാൻ 5 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടു. തിരിച്ചു പറയാണ് കേട്ടോ. ഡാറ്റ ആദ്യം കൊടുക്കാണ്. അറ്റ് 70 ടൺസ് പെർ ഇയർ, കോമ. ദ ബിഗ്ഗസ്റ്റ് പ്രൊവൈഡർ സ്റ്റീൽ ഇൻ ദ വേൾഡ് ഈസ് ഓസ്ട്രേലിയ. അപ്പൊ നമ്മുടെ ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സ്റ്റീലും വന്നു, 70 ബില്യൺ പെർ ഇയറും വന്നു. ആ ഒരു ഡാറ്റ ആദ്യം കൊടുത്തു. അതാണ് നമ്മുടെ ഡാറ്റ കേട്ടോ, ഇമ്പോർട്ടൻസ്. ഡാറ്റ ആദ്യം കൊടുത്തു, കോമ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു, പിന്നെ നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഒരു വെറൈറ്റി സെൻസാ. അടുത്ത നോക്കിയേ, ഇമ്പോർട്ടൻസ്, ഡാറ്റ, സബ്ജക്റ്റ്. The biggest provider of the steel in the world. The biggest provider of steel in the world. Importance ആദ്യം കൊടുത്തു. Okay. Comma. At 10 million tons of the steel per year. 10 billion tons data. Is Australia. കണ്ടോ? ആ സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മെത്തേഡ് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ വീണ്ടും ഇമ്പോർട്ടൻസ്, ഡാറ്റ, സബ്ജക്റ്റ്. അടുത്ത നോക്കുക, ഇമ്പോർട്ടൻസ്, സബ്ജക്റ്റ്, ഡാറ്റ. സെയിം തന്നെ. ഇമ്പോർട്ടൻസ്, ദ ബിഗ്ഗസ്റ്റ് പ്രൊവൈഡർ ഓഫ് സ്റ്റീൽ. ദ ബിഗ്ഗസ്റ്റ് പ്രൊവൈഡർ ഓഫ് സ്റ്റീൽ ഇൻ ദ വേൾഡ്. പിന്നെ സബ്ജക്റ്റ് ഈസ് ഓസ്ട്രേലിയ അറ്റ് 70 million ton per year. അപ്പൊ അത് വീണ്ടും ആ ഓർഡർ മാറ്റി കഴിഞ്ഞപ്പോ
10 കിലോ പുഴുക്കലരി എടുത്ത് 10 കിലോ അരി എടുത്ത് വെള്ളത്തിട്ട് തിരിച്ചു പറഞ്ഞ പോലെ അത് വീണ്ടും തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് സബ്ജക്റ്റ് ഡാറ്റ ഇമ്പോർട്ടൻസ് അല്ലെ. സബ്ജക്റ്റ് ഓസ്ട്രേലിയ കോമ ഡാറ്റ എന്നിട്ടാ at 70 billion ton per year comma is the biggest producer steel in the world. Importance. Okay, data, subject, importance. Data at 70 million tons per year. Okay, comma Australia is the biggest producer of steel in the world. അപ്പൊ ഇതിനകത്ത് ബേസിക് സെന്റൻസ് ഏതാ നോക്കിയേ. ഓസ്ട്രേലിയ ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സ്റ്റീൽ ഇൻ ദ വേൾഡ് അറ്റ് 70 ബില്യൺ ടൺസ് പെർ ഇയർ. അതാണ് സെന്റൻസ്. പക്ഷേ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സാധാരണ കാണുന്ന ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സെന്റൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമുക്ക് വേണ്ട എത്ര സെന്റൻസ് വേണ്ട? മാക്സിമം 20 സെന്റൻസ്. 20 വേണ്ട, ഒരു 15 പിടിക്കാം നമുക്ക്. കാരണം നമുക്ക് 150 സെന്റൻസ് 150 വേർഡ്സ് മതി. സോ അതിന്റെ അകത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഡാറ്റാസ് നമ്മൾ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. കാരണം ഇന്ന ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് എഴുതാനല്ല അവർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ അത് എഴുതാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമ്മൾ പഠിച്ചത് ഈ ഒരു മെത്തേഡ് പ്രകാരം ഞാൻ നോക്കിയപ്പോ എനിക്കിതാ മനസ്സിലായത്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊഡ്യൂസ് ദി സെന്റൻസസ്. ഓക്കെ, നമ്മളപ്പോ മറ്റു പഠിച്ചതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡൽ സെന്റൻസുകളാണ്. പക്ഷെ ഗ്രാഫിന്റെ ഏറ്റവും സിമ്പിൾസ്റ്റ് ഫോമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെന്റൻസ് ഫോംസ് ആണ്. It is interesting to note that 70 million tons of the steel per year. Australia is the biggest producer in the world, followed by Canada with the second largest amount of steel production at 65 tons. Using example more than one structure. Kanda. Example using more than one structure. അപ്പൊ ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന 2 സ്ട്രക്ചർ കൂടിയിട്ടാണ് ഈ ഒറ്റ സെന്റൻസ് വന്നേക്കുന്നത്. ഇപ്പൊ നമുക്ക് ഐഡിയ മനസ്സിലായി എങ്ങനെയാണ് ഈ നീട്ടമുള്ള സെന്റൻസുകൾ ഈ ഗ്രാഫിന്റെ അകത്ത് എഴുതാനുള്ള ഐഡിയ മനസ്സിലായി അല്ലെ. അപ്പൊ ഈ 2 ടൈപ്പ് ഇവിടെ ഒന്ന് ഓസ്ട്രേലിയയെ കുറിച്ച് പോയി, രണ്ടാമത് കാനഡയെ കുറിച്ച് വന്നേക്കണു. ഇവിടെ ചേർത്തേണ്ട വാളം തൊട്ടാ ഫോളോഡ് ബൈ. ഫോളോഡ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ് ആ 2 സെന്റൻസുകളെ ആഡ് ചെയ്തേക്കുന്നത് അല്ലെ. എന്നിട്ട് അടുത്ത മെത്തേഡും ഇതില് ഒരു മെത്തേഡാണ് ഉപയോഗിച്ചത്. അപ്പോ ഒരു കമ്പാരിസണും നമ്മളപ്പോ ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ഈ നീട്ടമുള്ള സെന്റൻസുകൾ ഇതിനകത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. കാരണം ഈ ഒരു ഒറ്റ വാക്കുകൊണ്ടാണ്, ശരിയല്ലേ, ഈ ഒറ്റ വാക്കാണ് ഈ 2 സെന്റൻസ് നമ്മൾ കൂട്ടിവയ്പ്പിച്ചത്. ഇത് ബൈ, ഈ ഒരു മെത്തേഡിൽ ഉപയോഗിച്ച് നോക്കി നമ്മുടെ കാനഡയുടെ കാര്യം പറയാനായിട്ട്. സബ്ജക്റ്റ്, ഇമ്പോർട്ടൻസ്, ഡാറ്റ. കാനഡ എന്ന് പറഞ്ഞിട്ട് ഈ ഒറ്റ സെയിം മെത്തേഡ് തന്നെയാണ് ഈ കാനഡ കണ്ട് ഉപയോഗിച്ചിരുന്നത് അവിടെ. കേട്ടോ, ഈ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ്, അത് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട, എവിടെ നമ്മൾ കണ്ടിരുന്നു ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ദാറ്റ് നമ്മൾ കണ്ടില്ലേ? It is most noticeable to the chart. It is important. Anyway, ഇതുപോലത്തെ ഒരു വൊക്കാബുലറി ആണ് ആദ്യം കൊടുത്തിരിക്കണേ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു നോട്ടീസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
It is interesting to note that. പിന്നെ at 70 million. At 70 million. അപ്പോൾ ഈ ടൈപ്പുള്ള സെന്റൻസും കൂടെ ജസ്റ്റ് ഫോളോഡ് ബൈ എന്ന് ചേർത്തുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വേറൊരു കാര്യം മനസ്സിലായല്ലേ, നമ്മളിപ്പോ ഗ്രാഫ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് എടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലേ. നമുക്ക് റാൻഡമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ടൈപ്പ് സെന്റൻസിൽ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ആദ്യം ആ സബ്ജക്റ്റ് പുറത്തേക്ക് എടുക്കണം, അതിന്റെ ഇമ്പോർട്ടൻസ് എടുക്കണം, ഡാറ്റ എടുക്കണം. പിന്നെ നമുക്ക് ഇങ്ങനെ സെന്റൻസ് ഉണ്ടാക്കിയിട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു നല്ലൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുക. ഓർഡർ ഉണ്ടാക്കിയാൽ മതി, ഇങ്ങനത്തെ ബാക്കിയുള്ള സിമ്പിൾ സെന്റൻസ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത് നോക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്, ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് വൺ. റൈറ്റ്, കമ്പാരിറ്റീവ്സ് ആൻഡ് സൂപ്പർലേറ്റീവ്സ്. കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. ഒന്ന് എന്തുകൊണ്ടാണ് ഇവിടെ ആൻസർ വന്നിട്ട് ക്വസ്റ്റ്യൻ, സോറി എൻ്റെ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. നമുക്ക് നാളെ പഠിക്കാം കേട്ടോ. 6th exercise 2, language with the numbers and percentages. Exercise number 1 in the accurate, more accurate, more certain. Right, okay. Certain, more certain. Pretty, prettier, prettiest. Cool, cooler, coolest. Correct, more correct, most correct. Comparative degrees ആണ്. Dangerous, more dangerous, most dangerous. എന്തോ ഒരു പാട്ട് വിട്ടുപോയി തോന്നുന്നുണ്ട്. ഓക്കെ, ഈസി, ഈസിയർ, ഈസിയസ്റ്റ്. മോഡേൺ, മോസ്റ്റ് മോഡേൺ. ഫണ്ണി, ഫണ്ണിയർ, ഫണ്ണിയസ്റ്റ്. ന്യൂ, ന്യൂവർ, ന്യൂവസ്റ്റ്. പോസിബിൾ, മോർ പോസിബിൾ, മോസ്റ്റ് പോസിബിൾ. പ്രോബിൾ, മോർ പ്രോബിൾ, മോസ്റ്റ് പ്രോബിൾ. അപ് ടു ഡേറ്റ്, മോർ അപ് ടു ഡേറ്റ്, മോസ്റ്റ് അപ് ടു ഡേറ്റ്. ഈ മോസ്റ്റ് അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അല്ലേ. മോർ അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്ഡേറ്റ് മാത്രമായിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് വിത്ത് നമ്പേഴ്സ് ആൻഡ് പെർസെന്റേജസ്. ദി നമ്പർ, amount of the car was over 1000. The rate, number of electricity car was 15%. The number, the amount of train was 100. The number total lamp consumed increased by 15%. The present amount of lamp 15% and chicken 60% were about the same. The number or amount of beer consumed was 100 liter. അത് എന്തൊരു പാട്ട് മിസ്സായിട്ട് ഞാനിപ്പോൾ തപ്പിയാവട്ടെ. Verbs describing changes. Add, was constructed, was built, removed, were cut down, changed, was converted, was turned into, was transformed, revived. Okay. അപ്പൊ നമ്മൾ ഇന്ന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ വേറെ ഒരു ടൈപ്പ് ഓഫ് സെന്റൻസ് സ്ട്രക്ചർ പഠിച്ചു. നമുക്കിനി ഇതിന്റെ അകത്തേക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നല്ലൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഫോളോവേഡ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് സെന്റൻസ് നമുക്ക് എപ്പോഴും കൂട്ടി വയ്പ്പിക്കാനും പറ്റും. സോ ഇത് ഗിവ് എ ബിഗ് പിക്ചർ. അപ്പോൾ അതാണ് അവർ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് മീൻ ചെയ്യണം. കാരണം നമുക്കിപ്പോ എക്സാമുകൾക്ക് ആവശ്യമുള്ള കൊടുക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. ഞാൻ ഇത് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാം. നല്ലവണ്ണം സൂക്ഷിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാനായിട്ട് എന്താ ആവശ്യം? ഒരു സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താ വേണം? ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സീൽ, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സീൽ, അല്ലെങ്കിൽ ഹൈയസ്റ്റ് മൗണ്ടൻ, ഡാറ്റ 70 ബില്യൺ പെർ ഇയർ. അതിന്റെ എമൗണ്ട് ആണ്. ഡാറ്റ എന്ന് പറഞ്ഞ എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ഇമ്പോർട്ടൻസ് ആണ്, പിന്നെ അതിന്റെ സബ്ജക്റ്റ് ആണ്. അത് തിരിച്ചും മറിച്ചു വിട്ട് എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ കണ്ടു. ഓക്കെ, പിന്നെ അപ്ലോഡ് ചെയ്തേക്കാം. കുറെ തവണ വായിച്ചു നോക്കുക. നമുക്ക് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തോന്ന് തോന്നുന്നില്ല. ചെയ്തില്ലോ എനിക്ക് തോന്നുന്നു. ഫേസ്ബുക്കിലാണ് ചെയ്യുന്നത്. അതെ, അല്ല ഇത് ഏതാ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയാ?
അതൊക്കെ വീഡിയോ ലിങ്ക് ആയിട്ട് തന്നില്ലായിരുന്നോ? ഇല്ല, എനിക്ക് വന്നില്ല. ഞാൻ പിന്നെ ഇന്റർനെറ്റ് വഴി കയറുകയൊക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഒരു പണി, ഞാൻ അനിതയുടെ എനിക്ക് അനിതയുടെ ഇമെയിൽ അഡ്രസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക, എപ്പോഴും ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ്. ഞാൻ അപ്പോൾ അതിന്റെ അകത്തേക്ക് അത് ഇട്ടേക്കാം. ഫേസ്ബുക്കിൽ ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. സാർ ഇന്നലത്തെ വന്നിട്ടില്ലല്ലോ സാറേ. ഇനി എന്റെ മൊബൈലിലെ കുഴപ്പമാണ്, ലാപ്ടോപ്പ് നോക്കിയില്ല. ഇന്നലത്തെ ഇട്ടു എന്നുള്ളതാണല്ലോ എന്റെ അറിവ്. ഞാൻ ഇന്നലെ അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊക്കെയായിരുന്നു. ഞാൻ ഇന്ന് രണ്ടു ഇത് മറ്റേത് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നല്ലോ ഇന്നലെ ഞാൻ. ഇല്ലേ? ഇല്ല, കാണുന്നില്ല. ഇന്നലെ നമ്മൾ ചെയ്ത 3 പൈ ചാർട്ടിന്റെ ഇതല്ലായിരുന്നു. ഞാൻ അത് ഫേസ്ബുക്കിൽ ഇട്ടേക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇത് ഇടാം, അത് കഴിഞ്ഞിട്ട് അതിന്റെ അടിയില്. അപ്പൊ ഈ ഒരു മെത്തേഡ് നല്ലവണ്ണം കുറെ പ്രാവശ്യം വായിക്കുക എന്ന കാലത്ത് കൂടുതലല്ലാതെ അതിന്റെ അകത്തെ ലോജിക്ക് പഠിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ കാരണം ഞാൻ വിട്ടേക്കാം ഇതാ. അപ്പൊ അതിനകത്ത് ലോജിക്ക് നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ വലിയ സെന്റൻസ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ നമുക്ക് വലിയ എളുപ്പം ഉണ്ടാവും. നമുക്ക് 2 ദിവസം കൊണ്ട് ഇരുന്ന് നോക്കാം. ഡോണ്ട് വറി. ഇപ്പൊ ഞാനൊരു ഹെഡിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ നമുക്ക് ഇന്നൊരു പ്രോസസ് ഡയഗ്രം ഉണ്ട്. ഓക്കെ. സമയം ഇപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് കറക്റ്റ് എടുത്തോണ്ട് ഈ ഡയഗ്രത്തിനകത്ത് മെയിൻ പോയിന്റ്സ് മാത്രം എഴുതിയെടുത്തേ. എഴുതിയെടുത്താൽ മതി. നമുക്ക് എഴുതേണ്ട പോയിന്റ്സ്. അപ്പൊ എഴുതേണ്ട പോയിന്റ്സ് എഴുതുമ്പോൾ നമുക്ക് ഇനി മുതൽ എഴുതേണ്ടത് സബ്ജക്റ്റ്, ഇമ്പോർട്ടൻസ്, ഡാറ്റ, അങ്ങനെ ഒരു മോഡൽ എഴുതുവാണെങ്കിൽ നമുക്ക് വെറൈറ്റീസ് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പൊ അതിന്റെ അകത്തെ ആ ഒരു പോയിന്റ്സ് മാത്രം ഞാൻ 5 മിനിറ്റ് സമയം തരാം കേട്ടോ. എഴുതി വെച്ചു. മുഴുവൻ കാണത്തില്ലല്ലോ സാറേ. സോറി. ഓക്കെ. ആ ബുക്ക് അതിനകത്ത് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ? കുറച്ച് താഴത്തേക്ക് പോയാൽ മതി. മുഴുവൻ തപ്പി ഇത് പണി ഫേസ്ബുക്കില് മൊബൈലില് നോക്കണമെങ്കിൽ അത് ലോഗ് ഔട്ട് ചെയ്ത് ഒന്നുകൂടെ ലോഗിൻ ചെയ്യും.
സാറ് ഇതിന്റെ 4 പോയിന്റ് എഴുതാനല്ലേ സാർ പറഞ്ഞേ? 4 പോയിന്റ് നമുക്കൊരു ഒരു ഒരു 10 നമുക്ക് എഴുതാൻ പാകത്തിന് നമുക്ക് എഴുതാനുള്ള അതിനകത്തൊരു കുറച്ച് പോയിന്റ് പുറത്തേക്ക് എടുക്കാൻ ഇതാ മിനിമം ഒരു 10 എടുക്കുമ്പോൾ നമുക്ക് ഈസി ഉണ്ട് അതിൻ്റെ അകത്ത് വർക്ക്ഔട്ട് ആക്കാനായിട്ട്. 4 പോയിന്റ് ഡെവലപ്പ് ചെയ്യാൻ ഭാഗത്ത് നമ്മളൊരു പ്ലാനിങ് നമ്മൾ പഠിക്കാം. നമ്മൾ ടൈമിനുള്ളിൽ പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം നമ്മൾ 5 മിനിറ്റ് സമയം കഴിഞ്ഞു. നമുക്കപ്പോ നമുക്കപ്പോ ഇത്രയും സമയമാണ് നമുക്ക് എക്സാമുകളിൽ മാക്സിമം ചിലവാക്കാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. നമുക്ക് ആ ഡയഗ്രം ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് എന്നിട്ട് ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കണ്ടോന്ന് നോക്കാം. പോയിന്റ് കണ്ടില്ലെങ്കിലും സോ വി ക്യാൻ റീഡ് ദ എസ്സേ നൗ. ഓക്കെ, ദ ഡയഗ്രാം ഷോസ് ദ പിക്ചർ ഓഫ് ദ ലാപ്ടോപ്പ്, എ നമ്പർ ഓഫ് സെർവേഴ്സ് ആൻഡ് എ വെബ് സെർവർ വിത്ത് ആരോസ് showing how the laptop requests page from the internet. Firstly, the linking word another. The laptop requests a page and this goes to internet service provider. Secondly, it goes to internet backbone, and then thirdly, it goes to the web service internet service provider. Each of this looks like a rack of computers. Once there, it finally goes into the web server who receives the request, send back the web page data using the route that came down from. So firstly it goes to the internet backbone, then to the laptop internet service provider, finally back to a laptop, then web page is displayed on the laptop. Right, the process is not how far request must go get the web page, but how fragile system could be and how easily it can be intercepted. So ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എസ് എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ള ഏതെല്ലാം വൊക്കാബിൾസ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ്, ദ ഡയഗ്രാം ഷോസ് ദ പിക്ചർ ഓഫ് ദ ലാപ്ടോപ്പ്, അതൊരു വൊക്കാബുലറി ആണ്. ഓക്കെ, ഫസ്റ്റ്ലി വൊക്കാബുലറി ആണത് റിക്വസ്റ്റ്. ദിസ് ദെൻ ഗോസ് ടു ഇന്റർനെറ്റ്. വാക്ക് ശ്രദ്ധിക്കുക, ദിസ് ദെൻ ഗോസ് ടു മറ്റൊരു വൊക്കാബുലറിയാണ്. ഇറ്റ് ഗോസ് ടു മറ്റൊരു വൊക്കാബുലറിയാണ്. തേർഡ്ലി ഇറ്റ് ഗോസ് ടു. ഈച്ച് ഓഫ് ദിസ് ലുക്സ് ലൈക്ക്, ഈച്ച് ഓഫ് ദീസ് ലുക്സ്. വൺസ് there it finally goes. Once there it finally goes. അതൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാം വൊക്കാബുലറി അല്ലേ. Who receives the request? Firstly, it goes to internet backbone. Page is displayed. Passive voice ആണ്. Not only shows. അപ്പോ ഈ എസ്സേക്കകത്ത് മാറ്റർ കണ്ടുപിടിച്ചേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഇത്രയും വൊക്കാബുലറി ഇതിനകത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ ടൈപ്പ് വൊക്കാബുലറി അല്ലെങ്കിൽ ഇതിന്റെ സിമിലർ ആയിട്ട് സിനോണിമസ് വൊക്കാബുലറീസ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ അതിന്റെ അകത്തുള്ള വൊക്കാബുലറീസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് നോക്കിയത്. സോ ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി, നമുക്ക് എന്തെല്ലാം ഐഡിയ പുറത്തെടുക്കാൻ പറ്റി. ഈ ഐഡിയ പുറത്തെടുക്കാൻ വേണ്ടി നമുക്കിനി സെന്റൻസ് ഫോർമേഷനിലേക്ക് വരണം. നമുക്കത് കുറച്ച് ചെയ്യാം. നമുക്ക് 8 മിനിറ്റ് ആണ് ഉള്ളത് ഈ എസ്സേ പ്ലാൻ ചെയ്യാനായിട്ട്. സോ വി നീഡ് ടു പ്ലാൻ ദ എസ്സേ. ഓക്കെ, 8 മിനിറ്റ് സമയം തരാം. ജസ്റ്റ് വായിച്ച് പ്ലാൻ ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ കാണുക. ഓക്കെ, എഗ്രിയോ ഡിസഗ്രി വായിച്ചു നോക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ പോയിന്റ് എടുക്കുക. പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ ആ SCXI എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ, അതായത് സബ്ജക്റ്റ്, ഇൻട്രൊഡക്ഷൻ, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ, ആ ഒരു രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. രണ്ടാമത്തെ പാരഗ്രാഫിൽ ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ, ആ ഒരു എക്സാക്ട്ലി ഫോർമാറ്റിന്റെ അകത്ത് എന്തെല്ലാമൊക്കെ എഴുതണ്ടെന്ന് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കി. 8 മിനിറ്റ് സമയം നമുക്ക് കൊടുക്കണം കേട്ടോ.
Excuse me. സാർ ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താ നോക്കിയാൽ പറയാം. മതി. സാറേ ഈ ക്വസ്റ്റിനകത്തെ നമ്മളിപ്പോ അഗ്രി ചെയ്ത് ഇപ്പൊ നമ്മള് എഴുതി നോക്കും ഇതിനെപ്പറ്റി.
എന്താ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ അഗ്രി ചെയ്ത് എഴുതുമെങ്കിൽ Yeah. നമ്മൾ അതിന്റെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞ് പിന്നെ അടുത്ത് ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ എഴുതില്ലേ? വാട്ട് ഡു യു തിങ്ക്? Yeah. ഓക്കെ. നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഫോളോ ചെയ്ത് പോയാൽ മതി. ഈ വാക്കാണ് ഗീവ് റീസൺസ് ഫോർ യു ആൻസർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. സമയം കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. ഇതിന്റെ ആൻസർ ഇപ്പോ ഇവരെ ഈ എഴുതിയ ആളെങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ട് പുള്ളി എഴുതുക നോക്കാം. മെനി കൺട്രീസ് കൾച്ചേഴ്സ് ആർ പ്രിസർവ്ഡ് strong tradition in the music, art, theatre in the country. Topic sentence. It has been argued that government should promote the uniqueness of the country's culture, subsidy artists, musicians, and actors, which keep the culture alive. And hook sentence. I agree that government should fund its own pursuits, since the part of the government responsibility includes the preservation of the people's own unique cultural tradition. അടുത്ത സെന്റൻസ്, അടുത്ത പാരഗ്രാഫ്, അതിന്റെ അകത്ത് നോക്കുക, 2 റീസൺസ് ആയിരിക്കും പറഞ്ഞത് അല്ലേ. ആദ്യത്തെ ടോപ്പിക് സെന്റൻസ് നോക്കിയ, ഇഫ് ദ ഗവൺമെന്റ് വാണ്ട്സ് ടു പ്രിസർവ് ദ മെയിൻറ്റെയിൻ ദ ആർട്ട് ഓഫ് ദ മ്യൂസിക് വിച്ച് ഹിസ്റ്റോറിക്കലി ട്രഡീഷണൽ കൺട്രി, then it must be step ensure that traditions are valued and fostered. So, preserve and maintain the art and music history traditional country. Okay, firstly, a government can help maintain the culture tradition of the country. The maintain tax money, building theaters, music and concert galleries and museums. By providing venues for the artists and musicians and practice, perform, exhibit their arts, the government is helping the people together to participate and in traditional creative activities. Okay, furthermore, the governments could provide grants, scholarships, and education artists, musicians who prepare to make a special contribution to preservation of the country's traditional music and art. By giving students of art the music incentives to maintain cultural traditions, government can promote longevity of its traditions. For example, for example, if a student was interested in the fine arts, was offered a full scholarship for to explore. Grant, scholarship, and example to explore and paint traditional style. The student will be more inclined to follow the opinion than the scholarship report. In conclusion, I believe that government should provide venues and offer grants subsidized to the artists and musicians of the traditional music, art, maintain and strong tradition of the country. So basically, now if SLA നോക്കുകയാണെങ്കിൽ ഈ പാരഗ്രാഫില് ആ മെയിൻറ്റൈനിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഈ പാരഗ്രാഫിലെ ഗ്രാൻഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് മെയിൻ തീമായിട്ട് വന്നേക്കണം. അപ്പൊ ആ തീം വിട്ടു പോകരുത്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ വായിക്കുന്ന ആൾക്കാർക്ക് ഇത് വായിച്ചു വരുമ്പോൾ അതിന്റെ ഫ്ലോ മാറിപ്പോകും. അറിയാതെ പോലും ഈ മെയിൻ്റനൻസിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല. ഇനി വേറൊരു ടോപ്പിക് കൊണ്ടുവരാൻ പറ്റില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വേണമെങ്കിലും പറയാം. അതാണ് നമ്മൾ പറയുക ടാസ്ക് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഐ എഗ്രി ദാറ്റ് ദ ഗവൺമെന്റ് ഷുഡ് ഫണ്ട് ഇസ് കൾച്ചറൽ pursuits, since the part of the government responsibility includes the preservation of the people's own unique tradition. അത് കഴിഞ്ഞിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയണേ ഐ ബിലീവ് ദാറ്റ് ഗവൺമെന്റ് ഷുഡ് പ്രൊവൈഡ് വെന്യൂസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ അതിൻ്റെ ഇത് പറഞ്ഞെങ്കിലും പ്രൊവൈഡ് വെന്യൂസ്, ഓഫർ ഗ്രാൻഡ്, സബ്സിഡി ആർട്ടിസ്റ്റ്, മ്യൂസീഷ്യൻസ്, ട്രഡീഷൻ. അപ്പോ അങ്ങനെ നമ്മൾ ഈ 2 സ്ഥലങ്ങളിലും നമ്മൾ എഗ്രി ചെയ്ത് എഴുതുവാണെങ്കിലും ആ എഗ്രി ചെയ്യാനുണ്ടായ കാരണം നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം.
അപ്പൊ നമുക്ക് ഈ ഫോർമാറ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഇത് പ്ലാൻ ചെയ്യുന്ന കാര്യം നോക്കണേ. പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോ നമുക്കൊരു പാരാഗ്രാഫിൽ വേണ്ടത് ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. അപ്പൊ നമ്മള് ആ ടി എന്ന നേരെ ഇട്ടിട്ട് അതെന്താന്ന് എഴുതുക, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ള അതിന്റെ പോയിന്റ്സ് മാത്രം എഴുതുക, എക്സാമ്പിൾസിന്റെ പോയിന്റ് മാത്രം എഴുതുക, പിന്നെ അതിന്റെ കൺക്ലൂഷന്റെ പോയിന്റ് മാത്രം എഴുതുക. അപ്പൊ അങ്ങനെ നമ്മൾ ഈ 8 മിനിറ്റ് എടുത്ത് പ്ലാൻ ചെയ്യുമ്പോൾ ഇത് നമ്മൾ പോയിരിക്കുമ്പോൾ വി ക്യാൻ ഗെറ്റ് ഈസി ടു വർക്ക്. പിന്നെ നമുക്ക് ആ ഫ്ലോ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഫ്ലോ ഇത് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസ് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം ഞാൻ അവിടെ കോമ്പൗണ്ട് സെന്റൻസ് എഴുതും. കോമ്പൗണ്ട് സെന്റൻസ് ബാസ്കറ്റ് ബാക്കിൽ നിന്ന് എഴുതി വെക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിനകത്തേക്ക് ഒപ്പും തടുപ്പും വെച്ച് നമുക്ക് ആ സെന്റൻസ് ബാക്കി വെച്ച് അവർ ഉണ്ടാക്കാൻ പറ്റും. സോ വാട്ട് വി ആർ ഗോയിങ് ടു പ്രൂവ്, നിങ്ങൾ ഒരിക്കലും എക്സാം എഴുതുമ്പോൾ ഒരിക്കലും ഒരു കാര്യം ചിന്തിക്കരുത്, ഈ സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് നോളജ് ഉണ്ടെന്ന് നമ്മൾ എക്സാമിനറെ അറിയിക്കുക എന്നൊരു പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ഇന്നലെ വരെ എക്സാം എഴുതി പഠിച്ചിരിക്കണം. ആ ഫോർമാറ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യണേ. കാരണം ഇനി നമ്മൾ എക്സാമിനറെ കാണിക്കണേ, സി യു ഗീവ് മി എ ടോപ്പിക്, ഐ നോ ഹൗ ടു സോർട്ട് അത് എസ് എ നൗ. അതിന്റെ ഒപ്പം തന്നെ എനിക്ക് വെറൈറ്റി ഓഫ് സെന്റൻസസ് ഉണ്ടാക്കാൻ അറിയാം. സോ വി ആർ ഗോയിങ് ടു ഡു ദാറ്റ് വൺ as well. അപ്പോ നമുക്ക് ഈ വീക്കെൻഡിൽ ഇരുന്ന് മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നത് ഈ ഒരു ഫോർമാറ്റ്. ഇതിപ്പോ ഇങ്ങനത്തെ 2 കാര്യങ്ങള് 2 സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കാനഡയെ കുറിച്ചും ഓസ്ട്രേലിയയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 2 എണ്ണം സ്റ്റിച്ച് ചെയ്യാൻ പറ്റി. 3 സ്ഥലങ്ങളെ കുറിച്ച് പറയണ്ടെങ്കിൽ നമുക്ക് ഒരു സെന്റൻസ് കൂടി സ്റ്റിച്ച് ചെയ്യാം. സോ വി ആർ ഗോയിങ് ടു ലേൺ ദ സ്റ്റിച്ചിങ് സെന്റൻസസ് ബൈ ദിസ് മെത്തേഡ്, ഈസി ലൈഫ്. ഞാനിതിപ്പോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ആയിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത് ഇതിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൺഡേ കാണാം. ഞാൻ അതിന്റെ ലിങ്ക് അയച്ചേക്കാം. അതായത് ലിങ്കിന്റെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ പഴയ മിക്ക ക്ലാസ്സുകൾ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം പോലെ ഇരുന്ന ക്ലാസ്സുകൾ കാണുക. നമുക്ക് പതുക്കെ അതിനകത്ത് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതേ ടൈം കൊടുത്ത് പ്ലാൻ ചെയ്യണ്ട. അപ്പൊ ആ ടൈമിൽ ഇരുന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മളെ എസ്സേ വായിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സെന്റൻസിലേക്ക് വരുന്നുണ്ട്. കാരണം നമുക്ക് നല്ലവണ്ണം സെന്റൻസ് കുറച്ച് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞു ടോപ്പിക് എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡിഫറെന്റ് വെറൈറ്റി സെന്റൻസ് ഉണ്ടാക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്നും കൂടെ തറവാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ആഴ്ചമ്പോൾ നമുക്ക് പതുക്കെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. റീഡിങ് റൈറ്റിംഗ് നമുക്ക് പാരലായിട്ട് കൊണ്ടുപോകാം. ഓക്കെ എന്നാ, അപ്പൊ ഗുഡ് നൈറ്റ്.